ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഇന്നിറങ്ങുന്നു. നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനായ നീരജ് യോഗ്യതാ റൌണ്ടിൽ ഒന്നാമനായാണ് ഫൈനലിലെത്തിയത്. 89.34 ദൂരമാണ് യോഗ്യതാ റൌണ്ടിൽ നീരജ് കുറിച്ചത്. രാത്രി 11:55 ഫൈനൽ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിനായി കാത്തിരിക്കുകയാണ് ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ കുടുംബം. മെഡൽ നേട്ടത്തോടെ തന്നെയാകും ശ്രീജേഷിന്റെ വിരമിക്കലെന്ന ആത്മവിശ്വാസമാണ് കുടുംബാംഗങ്ങൾക്ക്. വർഷത്തോളം നീണ്ട കരിയറിൽ ശ്രീജേഷിന് നേട്ടങ്ങൾ ഒരുപാടുണ്ട്. കിഴക്കമ്പലത്തെ വീട്ടിൽ ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡലും ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡലും രാജ്യത്തിന്റെ പരമോന്നത കായിക പുരസ്കാരവുമടക്കം ഒട്ടനവധി അംഗീകാരങ്ങൾ ഭദ്രമായിരിക്കുന്നു. എങ്കിലും വിടവാങ്ങൽ മത്സരം മെഡൽ നേട്ടത്തോടെ തന്നെയാകണം. സെമിയിൽ പരാജയപ്പെട്ടെങ്കിലും പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. നമ്മളേതായാലും പ്രതീക്ഷയിലായിരുന്നത് സ്വർണ്ണം കിട്ടില്ല. റിട്ടയർമെൻറ്റ് നമ്മുടെ മാച്ച് ഈ പ്രാവശ്യം ഒളിമ്പിക്സ് ആണ്, റിട്ടയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സ്വർണ്ണം കൊണ്ട് വന്നിട്ടേ എന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും അവൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ സാറിൻ്റെ ഭാഗ്യവശാൽ നമുക്ക് ഇനി ഉണ്ടല്ലോ, ഉറപ്പായിട്ടും അതിലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡൽ നേട്ടത്തോടെ വിട പറയുമെന്നുള്ള ആ ഒരു ഇതിൽ ഉറപ്പായിട്ടും മെഡൽ നേട്ടത്തോടെ. ശ്രീജേഷിന്റെ പ്രതിരോധ മികവിൽ തന്നെയാണ് ഇന്ത്യ പല മത്സരവും വിജയിച്ച് കയറിയത്. ഹോക്കി ഇന്ത്യ പറയുന്നത് തന്നെ ശ്രീജേഷ് വിരമിക്കാറായിട്ടില്ലെന്നാണ്. എന്നാൽ തീരുമാനത്തിൽ നിന്ന് ശ്രീജേഷ് പിന്മാറാനുള്ള സാധ്യതയില്ലെന്ന് ഭാര്യ അനീഷ പറയുന്നു. തീർച്ചയായിട്ടും തീരുമാനം എടുത്തതിന് ഒരു മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കരിയറിൽ ഒന്ന് വിരമിക്കാനുള്ള സമയമായി എന്ന് സ്വയം തോന്നുകയും അതിനെ തുടർന്ന് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് റിട്ടയർമെന്റ്. പിന്നെ ഒരു വലിയ ടൂർണമെന്റ് കളിച്ചിട്ട് റിട്ടയർ ചെയ്യുക എന്നുള്ളത് എപ്പോഴും പറയുന്ന ഒരു ആഗ്രഹമാണ്. അപ്പം ഇതിനേക്കാളും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഇല്ലല്ലോ. ടീംമേറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറെ ജൂനിയേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രീജേഷിന്റെ ഏജിലുള്ള പ്ലേയേഴ്സ് ഒക്കെ വളരെ ആരും തന്നെ ഇല്ല. പിന്നെ ഒരുപാട് ജൂനിയർ പ്ലേയേഴ്സ് ആണ്. എന്നാലും ആളുടെ ഒരു സ്വഭാവം വെച്ച് എല്ലാവരുമായിട്ടും വളരെ അടുപ്പവും വ്യക്തിഗതമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ഒരു വലിയ സഹോദരന്റെ സ്ഥാനമാണ് ടീമിൽ ആൾക്കുള്ളത്. ശ്രീജേഷിന്റെ വിരമിക്കൽ ഇന്ത്യൻ ഹോക്കിയിൽ ഐതിഹാസികമായ ഒരു കാലഘട്ടത്തിന്റെ കൂടി അവസാനമാണ്. വീരോചിതമായ യാത്രയയപ്പിന് കൂടിയാണ് പാരീസിൽ ഹോക്കി ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.